ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന, എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് നടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പഴുത്ത ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൻ്റെ അരക്കപ്പിന് ഒരു 1/4 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 തുള്ളിയോളം വാനില എസൻസും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാനിതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിന് 1/4 കപ്പോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ മാത്രമായിട്ട് 1 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടും 1 കപ്പിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിന് മൈദയും 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയുമാണ്. ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ പരുവം കറക്റ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവം തെറ്റും. വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം പരുവം കറക്റ്റ് ആവാതെ വന്നപ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് അളവിൽ. ഇനി ലാസ്റ്റായിട്ട് 1/4 കപ്പിനും താഴെ ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിന് ഒരു 1/4 കപ്പ് അടുപ്പിച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ട്. ഇപ്പോൾ ഇതാ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു പരുവം ഇത് കോരി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്നുകൂടി നെയ്യൊന്ന് സ്പ്രെഡ് ആക്കണം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതേ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് എല്ലാം ചുട്ടെടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു വെന്തത് എടുത്ത് മാറ്റിയതിന് ശേഷം അടുത്തതായിട്ട് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കണം. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചിരകിയ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ ഒരു 1/4 ഭാഗം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതല്ല ശർക്കരപ്പൊടി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചുട്ട് വെച്ചിരുന്നതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ആ ഒരു പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അപ്പം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി, വളരെ പെട്ടെന്ന് കഴിയും. അതുപോലെ തന്നെ വീണ്ടും ഒരെണ്ണം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഴത്തിൻ്റെ മിക്സ് ഇതുപോലൊന്ന് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം തയ്യാറാക്കി മാറ്റാം. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.